എല്ലാവർക്കും നമസ്കാരം. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ചിലരുടെ ജീവിതം വിധിയും വലിയ വെല്ലുവിളികളും കൊണ്ട് അടയാളപ്പെടുത്തിയതായി കാണാം. അത്തരത്തിൽ ദൈവികമായ ഒരു നിയോഗവും അതേസമയം തന്നെ കടുത്ത സമ്മർദ്ദങ്ങളും നിറഞ്ഞ ഒരു അസാധാരണ ജീവിതമായിരുന്നു 11ാമത്തെ ഇമാം ഹസൻ അൽ അസ്കറിയുടേത്. അദ്ദേഹത്തിന്റെ ആ ജീവിതകഥയിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ ഈ കഥയുടെയെല്ലാം തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ തന്റെ പിൻഗാമികൾ ആരായിരിക്കുമെന്ന് വ്യക്തമാക്കിയ ആ വാക്കുകളിൽ നിന്നാണ്. ഈ കാണുന്ന ഒസിയത്തിലെ ആ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദിശ നിർണയിച്ചത്. അപ്പോൾ ആരായിരുന്നു ഈ ഇമാം ഹസൻ ബിൻ അലി? അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്തുവെച്ച ആ വിധി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പാരമ്പര്യവും അദ്ദേഹം ജീവിച്ച ആ പ്രത്യേക സാഹചര്യങ്ങളും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായൊരു പേരാണ് അൽ അസ്കരി. അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. സൈനിക ക്യാമ്പിലെ ആൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ പേര് തന്നെ അദ്ദേഹം എത്രമാത്രം നിരീക്ഷണത്തിലായിരുന്നു എന്നും എങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് ജീവിച്ചിരുന്നതെന്നും നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ ചില ഗുണങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അങ്ങേയറ്റത്തെ ക്ഷമ, അപാരമായ അറിവ്, എന്തിനേറെ തന്നെ ദ്രോഹിച്ചവരോട് പോലും ദയയോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന ഒരു സ്വഭാവം, അതായിരുന്നു അദ്ദേഹം. ഇനി നമ്മൾ കാണാൻ പോകുന്ന കഥയുണ്ടല്ലോ, അത് വെറുമൊരു ചരിത്ര സംഭവമല്ല. അത് ശരിക്കും അദ്ദേഹത്തിന്റെ അറിവിന്റെയും ബുദ്ധിയുടെയും ഒരു പരീക്ഷണമായിരുന്നു. സംശയങ്ങളെയും വെല്ലുവിളികളെയും അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടതെന്ന് കാണിച്ചു തരുന്നൊരു സംഭവം. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായിരുന്നു അൽ കിന്ദി. അദ്ദേഹം ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തു. ഖുർആനിലെ ആശയങ്ങളുമായി പൊരുത്തക്കേടുകളുണ്ടെന്ന് വാദിച്ച് ഒരു പുസ്തകം എഴുതാൻ തുടങ്ങി. ഇത് അന്നത്തെ ഭൗതിക ലോകത്ത് വലിയ ചലനങ്ങളുണ്ടാക്കുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഇമാമിന്റെ ആ ഒരു പ്രതിഭ കാണുന്നത്. അദ്ദേഹം അൽ കിന്ദിയുമായി നേരിട്ട് തർക്കിക്കാൻ പോയില്ല. പകരം വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥം തന്നെയാണോ യഥാർത്ഥത്തിൽ അത് എഴുതിയയാൾ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? എത്ര ലളിതവും എന്നാൽ ശക്തവുമായൊരു നീക്കം, അല്ലേ? ആ ഒരൊറ്റ ചോദ്യം, അത് മതിയായിരുന്നു. അത് കേട്ടതും അൽകിന്ദിക്ക് കാര്യം മനസ്സിലായി. ഇത്രയും ആഴത്തിലുള്ളൊരു ചിന്ത വരണമെങ്കിൽ അത് പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നുള്ളൊരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് ഇമാമിന്റെ ജ്ഞാനത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു. അപ്പോ എന്താണ് സംഭവിച്ചത്? തന്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് തിരിച്ചറിഞ്ഞ അൽകിന്ദി ആ പുസ്തകം കത്തിച്ചു കളഞ്ഞു. ഒരു വാളോ അധികാരമോ ഉപയോഗിക്കാതെ വെറും ജ്ഞാനം കൊണ്ട് ആ കാലത്തെ ഏറ്റവും വലിയൊരു ബൗദ്ധിക വെല്ലുവിളി അവിടെ അവസാനിച്ചു. പക്ഷേ ഇമാമിന്റെ ജീവിതം ഇതുപോലുള്ള ബൗദ്ധിക വിജയങ്ങൾ മാത്രമായിരുന്നില്ല. അതിന് വളരെ കടുപ്പമേറിയ മറ്റൊരു വശം കൂടിയുണ്ടായിരുന്നു. അബ്ബാസിദ് ഭരണകൂടത്തിൽ നിന്നുള്ള കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഒരു കാലം. അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസവും നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഈ ടൈം ലൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമേറിയതായിരുന്നു എന്ന്. ആദ്യം സൈനിക ക്യാമ്പിലേക്ക് താമസം മാറ്റി, പിന്നെ തുടർച്ചയായ ജയിൽവാസം, നിരന്തരമായ നിരീക്ഷണം. ഇതിനെല്ലാം കാരണമെന്തായിരുന്നെന്നറിയോ? ഒരേ ഒരു കാരണം, അദ്ദേഹത്തിന് ജനിക്കാൻ പോകുന്ന മകനെക്കുറിച്ചുള്ള ഒരു പ്രവചനം. ആ പ്രവചനമാണ് ഭരണകൂടത്തെ ഇത്രയധികം ഭയപ്പെടുത്തിയത്. ഇത്രയധികം നിരീക്ഷണങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കുമിടയിൽ ഇമാം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതീവ രഹസ്യമായി മുന്നോട്ടു കൊണ്ടുപോവുകയായിരുന്നു. എന്തായിരുന്നു ആ ദൗത്യം? ലോകത്തിന്റെ ഭാവിയെ, തന്റെ പിൻഗാമിയെ സംരക്ഷിക്കുക എന്നത് തന്നെ. ഷാഅബാൻ 15 ഇതൊരു സാധാരണ ദിവസമല്ല. ചരിത്രത്തിലെ ഏറ്റവും രഹസ്യമായി നടന്ന ഒരു ജനനത്തിന്റെ ദിവസമായിരുന്നു അത്. 12ാമത്തെ ഇമാമായ അൽ മഹദി ജനിച്ച ദിവസം. പക്ഷേ ആ ജനനം ലോകമറിഞ്ഞില്ല. കാരണം ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടിയിരുന്നു. അപ്പോൾ തന്റെ അനുയായികൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ ഇമാം എന്തു ചെയ്തു? അദ്ദേഹം അവർക്ക് കത്തുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ധൈര്യം കൊടുത്തു. ഈ വാക്കുകൾ നോക്കൂ: ക്ഷമയോടെയിരിക്കൂ, എന്റെ മകൻ വരും, അവൻ ഈ ലോകം നീതി കൊണ്ട് നിറയ്ക്കും എന്ന ഉറപ്പ് അവർക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു. ഇനി നമ്മൾ എത്തുന്നത് ഇമാമിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഏറ്റവും നാടകീയമായ ചില നിമിഷങ്ങളിലേക്കാണ്. ലോകം കാത്തിരുന്ന ഒരു വലിയ വെളിപ്പാടിന് സാക്ഷ്യം വഹിച്ച ആ നിർണായക ദിവസങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ ഒരു രംഗം ഒന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. ഇമാമിന്റെ മരണം നടന്നു, മയ്യത്ത് നമസ്കാരത്തിന് സമയമായി. അടുത്ത ഇമാം ആരാണെന്ന കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ആ സമയത്താണ് ഇമാമിന്റെ അമ്മാവൻ ജേഫർ മുന്നോട്ടു വന്ന് താനാണ് അടുത്ത ഇമാമെന്ന് അവകാശപ്പെട്ട് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുങ്ങുന്നത്. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ അത്ഭുതം സംഭവിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി മുന്നോട്ടു വന്നു പറയുന്നു, എന്റെ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെക്കാൾ യോഗ്യൻ ഞാനാണ്.
എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. 12ാമത്തെ ഇമാം അൽ മഹ്ദി ആദ്യമായി ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷമായിരുന്നു അത്. ആ വെളിപാടിനു ശേഷം കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മാറിയത്. ഒന്നാമതായി 12ാം ഇമാം തന്റെ പിൻഗാമിത്വം അവിടെ ഉറപ്പിച്ചു. തൊട്ടുപിന്നാലെ അദ്ദേഹം പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി. ഇതാണ് ചെറിയ തിരോധാനം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിന്റെ തുടക്കം. ഭരണകൂടം അദ്ദേഹത്തെ കണ്ടെത്താൻ ആ വീട് മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. അപ്പോ ഈ കഥയെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഒരു നേതാവ് കൺമുന്നിലില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാഗ്ദാനം മാത്രം മതി ഒരു ജനതയ്ക്ക് പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാൻ എന്നാണോ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.